നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ പല മാറ്റങ്ങൾക്കും അമേരിക്ക കാരണമാകുമെന്ന വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ട്രംപിന്റെ നാടുകടത്തൽ പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്ത ഇപ്പോൾ പലയിടത്തും കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് US സാക്ഷ്യം വഹിക്കുമെന്ന നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം 18,000 ഇന്ത്യക്കാരെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നാടുകടത്തലിനുള്ള മുന്നൊരുക്കമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഏകദേശം 15 ലക്ഷം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നവംബറിൽ പുറത്തുവിട്ടിരുന്നു. അതിൽ 17,940 പേർ ഇന്ത്യക്കാരാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഏറെ പ്രതീക്ഷയോടെയാണ് ട്രംപ് വീണ്ടും അധികാരത്തിലേറാൻ പോകുന്നത്. അദ്ദേഹം അധികാരത്തിൽ വന്നാൽ ഉടൻ തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ നാടുകടത്തൽ പദ്ധതിക്ക് തുടക്കമിടുമെന്നാണ് പറയുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ പട്ടാളത്തെ ഇറക്കി തൂത്തുവാരി ടെന്റിലാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനത്തിൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് നാടുകടത്തുമെന്ന് അധികൃതർ പറയുന്നു. ഇതിനോടകം 15 ലക്ഷം പേരാണ് വിധി കാത്ത് നിൽക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ട്രംപ് ചുമതല ഏറ്റാലുടൻ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നാണ് സൂചനകൾ. അതിൽ ഇന്ത്യക്കാരും ഉൾപ്പെടും. ട്രംപിന്റെ നയത്തിന് പിന്നാലെ ഇന്ത്യക്കാരും ആശങ്കയിലാണ്. കൂട്ട ഒഴിപ്പിച്ചുവിടലിൽ ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. അതേസമയം കഴിഞ്ഞ ഒക്ടോബറിൽ മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന 100ഓളം ഇന്ത്യക്കാരെ ചാർട്ടേഡ് വിമാനത്തിൽ അമേരിക്ക തിരിച്ചയച്ചിരുന്നു. ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെ 2023-24 സാമ്പത്തിക വർഷം 1,100ഓളം പേരെ നാടുകടത്തിയെന്നാണ് US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് അന്ന് പറഞ്ഞത്. അക്കാലയളവിൽ 145 രാജ്യങ്ങളിൽ നിന്നുള്ള 1.6 ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചെന്നും അതിനായി 495 അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തിയെന്നും വ്യക്തമാക്കുന്നു. നാടുകടത്തലിനുള്ള മുന്നൊരുക്കമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഏകദേശം 15 ലക്ഷം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നവംബറിലാണ് പുറത്തുവിട്ടിരുന്നത്. അതിൽ 17,940 പേർ ഇന്ത്യക്കാരാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളും. മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏവരെയും ഒഴിപ്പിച്ചു കഴിഞ്ഞു. സിറിയയിൽ നിന്ന് 77 ഇന്ത്യക്കാർ നാട്ടിലേക്ക് ഗുജറാത്ത്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അധികവും. ഇവരെ ഇന്ത്യയിലേക്ക് തിരികെ അയച്ചേക്കാമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തങ്ങളുടെ പൗരനെന്ന് വിശ്വസിക്കപ്പെടുന്നവരെ സ്വീകരിക്കാൻ വിദേശ സർക്കാരുകൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ICE വ്യക്തമാക്കി. അധികൃതരുടെ ഏകോപനത്തിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി ICE ഇന്ത്യയെ സഹകരിക്കാത്തവരുടെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മടങ്ങിയെത്തുന്ന പൗരന്മാരെ സ്വീകരിക്കുന്നതിൽ രാജ്യങ്ങൾ കാണിക്കുന്ന നിസ്സഹകരണം അടിസ്ഥാനമാക്കിയാണ് ഈ തരംതിരിവ്. 15 രാജ്യങ്ങൾ ഈ പട്ടികയിൽ ഉണ്ടെന്നും വിവരങ്ങളുണ്ട്. ഇതിനിടെ കുടിയേറ്റക്കാരെ പുറത്താക്കാൻ സൈന്യത്തെയും മറ്റ് ആഭ്യന്തര സുരക്ഷാ ഏജൻസികളെയും ഉപയോഗിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന 100ഓളം ഇന്ത്യക്കാരെ കഴിഞ്ഞ ഒക്ടോബറിൽ ചാർട്ടേഡ് വിമാനത്തിൽ US തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.